തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. മോളെ പേരെന്താ? ശ്രീരഞ്ജിനി. KSUകാരുൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി VS ശിവകുമാർ ഇന്ന് റോഡ് ഷോയോടുകൂടി ആരംഭിക്കുകയാണ്. ആദ്യം നമുക്ക് റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം പ്രവർത്തകരിലേക്കും പൊതുജന അഭിപ്രായത്തിലേക്കും വരാം. ആദ്യമായിട്ട് ഇന്നത്തെ ഈ റോഡ് ഷോ വൻപിച്ച വിജയമാക്കാൻ മുന്നോട്ട് വന്ന നിങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് മന്ത്രി MLA ഒക്കെ ആയിരുന്ന സമയത്ത് ഇതുപോലെ അവരെ കുറ്റപ്പെടുത്തുന്ന നഗരത്തിൽ ആൾ കുറവാണ്, നമുക്കറിയാം. നമ്മൾ ജയിക്കുമ്പോഴും ഒക്കെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആദ്യം തുടക്കത്തിൽ വന്നിട്ട് അവരങ്ങ് മുങ്ങിക്കളയും. എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ ആര്യനാട് നിന്ന് ശ്രീ വിതുര ശശി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ എല്ലാവരുമായി അവിടെ നമ്മുടെ ഒരു സമ്മേളനം നടന്ന് ഇന്നത്തെ പ്രചരണ പരിപാടി ആരംഭിക്കണം എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ റോഡ് ഷോ ആരംഭിച്ചു. മഹാത്മജിയുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ആ സ്മരണ നിലനിൽക്കുന്ന അവിടുത്തെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് ഈ ജാഥ തിരിച്ചത്. 100 കണക്കിന് ആളുകൾ അവിടെ നിന്ന് തിരിച്ച ആളുകൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിൽ അവർ മുഴുവൻ ഇവിടെ എത്തിച്ചേർന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം ആവേശം തോന്നുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെ, നമ്മുടെ വനിതകൾ ഉൾപ്പെടെ. കാരണം അത്രത്തോളം ജനങ്ങൾ. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഗോപു നെയ്യാറുണ്ട്, പ്രദീപ് നാരായണനുണ്ട്, പേര് പറയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മുടെ പ്രവർത്തകന്മാർ ആവേശഭരിതരായിട്ടാണ് നമ്മുടെ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തത്. അരുവിക്കര നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ചിത്രം തെളിയുകയാണ്. VS ശിവകുമാർ അദ്ദേഹം റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകർ ചേരുകയാണ്. എങ്ങനെയാണ് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്? നമുക്കിപ്പോൾ മത്സരം എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനം ഒട്ടാകെ ഇടതുപക്ഷത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളനാട് പഞ്ചായത്തിലാണ്. വെള്ളനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചും ഒരുപാട് അലിഗേഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഈ സ്ഥാനാർത്ഥി ഈ നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന സ്റ്റീവൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളെന്നും പറഞ്ഞ് കാണിക്കുന്നത് വെറും റോഡിൽ കുറച്ച് തേച്ചത് വന്ന മാത്രമല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരൊറ്റ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഈ ഉറിയാക്കോട് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം, ഈ ഉറിയാക്കോട് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുത്തെ വളവ് നോക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഉയർന്നു വന്നൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് DPRന്റെ പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇവിടെ പറ്റിച്ചു. ഇവിടെയുള്ള സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ പറയുന്നു അവർക്ക് ഇതുവരെ ഒരു പേപ്പർ പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. 7.5 കോടി രൂപ 15 കോടി രൂപ എന്തൊക്കെ അനുവദിച്ചു എന്നും പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് ഇവിടെ പോയി. ഇവിടുന്ന് സ്റ്റീവൻ ജയിച്ചു പോയിട്ട്, സ്റ്റീവൻ എന്ന് പറയുന്ന MLA, ബഹുമാനപ്പെട്ട MLA ജയിച്ചു പോയിട്ട് 6 മാസം കഴിഞ്ഞതിനകത്ത് വെച്ച് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ റിയാസ് ഇവിടെ വന്ന് ഇവിടെ എല്ലാം ശരിയാക്കി തരാൻ നമുക്ക് ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ വളവ് നൂത്തിരമെന്ന് പറഞ്ഞിട്ട് 4.25 വർഷക്കാലമായിട്ട് ഇവിടെ വന്നിട്ടില്ല. 4.25 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ഒരു പരിപാടി വെച്ചിട്ട് ഇവിടുത്തെ പരിപാടിയെല്ലാം നടന്നു. ഇവിടുത്തെ വളവ് ഉടനെ 100 എന്ന് പറഞ്ഞ് 2 ബോർഡും കൊണ്ട് വെച്ചതല്ലാതെ ഇവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളൊരു 100% ഉറപ്പാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ വ്യക്തിയുടെ സ്ഥലത്ത് കൊണ്ട് അത് മണ്ണെന്നിട്ടിരിക്കുന്നു. അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ സ്ഥലത്തിന് എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥലത്തിന് വേണ്ടിയിട്ട് പ്രമാണം എന്തെങ്കിലും വാങ്ങണ്ടേ? ഇതുവരെ അതൊന്നും ചെയ്യാതെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചതുകൊണ്ട് നമ്മുടെ ഉറിയാക്കോട് ഭാഗത്തായാലും വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഞങ്ങളുടെ ഭാഗത്ത് വരുന്ന ആൾക്കാരെല്ലാം ഒന്നടങ്കം VS ശിവകുമാറിന് വോട്ട് ചെയ്യാൻ വേണ്ടി. VS ശിവകുമാർ അതിന് മുമ്പ് നമുക്കറിയാം ശബരിനാഥിൻ്റെ പേരാണ് പറഞ്ഞത്. ആരായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കമില്ല.